ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. നാളെയാണ് ശിക്ഷ വിധിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. എന്നാൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി വെറുതെ വിട്ടു. കളനാശിനി റബ്ബർ പുരയിടത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നതാണ് ഗ്രീഷ്മയുടെ അമ്മ ചെയ്ത കുറ്റം. ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയോ? ഈ ചാർജ് അനുസരിച്ച് ഒന്നാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത്. പിന്നെ ബാക്കി രണ്ടാം പ്രതിക്കും മൂന്നാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ്. അപ്പൊ അതില് രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ്. മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോ കോടതി കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ്. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ഗ്രീഷ്മ ജാമ്യത്തിലായിരുന്നു. കോടതിയിൽ എത്തിയിരുന്നു. വിധി വന്ന ഉടനെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് ഗ്രീഷ്മയെ മാറ്റുന്നത്. അല്പസമയം മുമ്പ് കേട്ടത് പ്രോസിക്യൂഷന്റെ പ്രതികരണമാണ്. ഷാരോൺ രാജിന്റെ മാതാപിതാക്കളും വിധി വന്ന ഉടനെ പ്രതികരിച്ചു. അമ്മ സിന്ധുവിന് കൂടി ശിക്ഷ നൽകേണ്ടതായിരുന്നു എന്നാണ് ഷാരോൺ രാജിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. നാളെ വിധി വന്ന ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. അവിടെ അമ്മയും കുറ്റക്കാരിയല്ലേ, പിന്നെ എന്ത് വെറുതെ വിട്ടത്? അവിടെ അമ്മയും കൂടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത്. അവളെയും വെറുതെ വിടരുതായിരുന്നു. അവർക്കും ശിക്ഷ കൊടുക്കണം, 3 പേർക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. മൊത്തത്തിൽ ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. അതിന്റെ കേസിന്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. ഇതാണ് ഷാരോൺ രാജിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി വിനോദ് ചേരുകയാണ്. വിനോദ്, പ്രോസിക്യൂഷൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. തെളിവുകളുടെ കണ്ടെത്തൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ മാത്രം രണ്ടാം പ്രതിയായിരുന്ന അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനും ഇപ്പോൾ പറയുന്നത്? തെളിവുകൾ ഹാജരാക്കാൻ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതാണോ? മഞ്ജുഷ, നമുക്ക് ഈ കേസിന്റെ ഇന്നത്തെ വിധി അല്ലെങ്കിൽ ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൽ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പ്രോസിക്യൂഷൻ പറയുന്നതും അത് തന്നെയാണ്. ഈ വിധി സ്വാഗതാർഹമാണ്. പക്ഷേ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു ഈ തെളിവ് നശിപ്പിക്കൽ എന്ന ഒരു കുറ്റമാണ് നേരത്തെ ചുമത്തിയിരുന്നത്. പക്ഷെ അതിന് തെളിവുകളില്ല. അവർ അങ്ങനെ ആ ഒരു കുറ്റം ചെയ്തു എന്നതിന് സാക്ഷികളോ മറ്റ് തെളിവുകളോ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയ സാഹചര്യത്തിൽ അവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യം, ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി 4 വകുപ്പുകൾ, ഈ 4 കുറ്റങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷ നൽകണം എന്ന കാര്യം വീട്ടുകാർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഷാരോണിന്റെ മറ്റ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു, പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. നാളെ വീണ്ടും കോടതി ചേരുമ്പോൾ ഈ കാര്യമായിരിക്കും പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. നിർമ്മലകുമാരൻ നായർ, അത് ഗ്രീഷ്മയുടെ അമ്മാവനാണ്. ഈ അമ്മാവനാണ് പാരാക്യൂട്ട് എന്ന് പറയുന്ന ഈ കളനാശിനി വാങ്ങിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇത് ഉപയോഗിച്ച് വലിച്ചെറിയുകയും അത് വീടിനടുത്തേക്ക് ഒരു പറമ്പിൽ വലിച്ചെറിഞ്ഞത് ഗ്രീഷ്മയുടെ അമ്മ എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചത്. പക്ഷെ അതിന് തെളിവില്ലായിരുന്നു. എന്നാൽ നിർമ്മലകുമാരൻ നായർ ഇത് പിന്നീട് സമീപത്തെ കുളത്തിന് സമീപമുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടിടുകയും അത് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ അത് സമ്മതിക്കുകയും ഇത് വാങ്ങിയ കടയിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കുറ്റം ചെയ്തു
എന്ന ഒരു കാര്യം അതിലേക്ക് വരുന്നത്. മാത്രമല്ല, തെളിവ് നശിപ്പിക്കുന്നതിന് ശ്രമിച്ചു എന്നത് സ്ഥിരീകരിക്കാനും അത് കോടതിയിൽ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. അങ്ങനെയാണ് 1ഉം 3ഉം പ്രതികൾ ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇതിന്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൊഴി ഷാരോൺ നൽകിയിരുന്നില്ല. ഒരുപക്ഷെ ഈ കേസിൽ അതൊരു തിരിച്ചടിയാകുമോ എന്ന് പോലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ മാതാപിതാക്കളോടും പ്രത്യേകിച്ച് പിതാവിനോടും സഹോദരനോടുമൊക്കെയും അവസാന നിമിഷത്തിൽ ഷാരോൺ പറഞ്ഞു തനിക്ക് തന്റെ ഉള്ളിൽ വിഷം പോയിട്ടുണ്ട്, ഗ്രീഷ്മയെ സംശയിക്കുന്നു എന്ന തരത്തിൽ, ഗ്രീഷ്മയാണ് ഇത് ചെയ്തത് എന്ന് കരുതുന്നു എന്ന തരത്തിൽ കരഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരുടെ മൊഴി ഈ കേസിൽ അതിനിർണായകമായി. ഷാരോൺ അവിടെ പോകുന്നത് തന്നെ, ഗ്രീഷ്മയുടെ വീട്ടിലോട്ട് പോകുന്നത് തന്നെ മറ്റൊരു സുഹൃത്തിന്റെ ബൈക്കിലാണ്. ഈ സുഹൃത്തിന്റെ മൊഴി, ഷാരോൺ തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പച്ചക്കള്ളലിൽ ഛർദ്ദിച്ചു എന്ന ഒരു നിർണായകമായ മൊഴി, അതൊക്കെ തന്നെയാണ് ഈ കൊടും കുറ്റം തെളിയുന്നതിലേക്ക് മാറിയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത്. ശരി വിനോദ്, എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുകയാണ്. ഒപ്പം പ്രോസിക്യൂഷനും. വ്യക്തമായ തെളിവുകൾ കുറവായ ഒരു കേസായിരുന്നു ഇത്. ശാസ്ത്രീയമായ തെളിവുകളെ അടിസ്ഥാനത്തിലാണ് കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കടുത്ത വെല്ലുവിളിയായിരുന്നു കേസ് അന്വേഷണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു.